സിറാജാണ്. നല്ല കാറ്റ് വീശുന്ന ഒരു ബീച്ചിൻ്റെ സൈഡിലാണ് റാസൽ ഗെയിമിൽ. ഇവിടെ അടുത്ത് ഒരു മസ്ജിദ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. 250ഓളം വർഷം പഴക്കമുള്ള അറബികൾ പണ്ട് നമസ്കരിച്ചിരുന്ന ഒരു മസ്ജിദ്. അത് അതുപോലെ തന്നെ ഇപ്പോഴും സംരക്ഷിക്കപ്പെടുന്നു എന്ന് അറിഞ്ഞപ്പോൾ അതൊന്ന് കാണാൻ വന്നതാണ്. മാത്രമല്ല അന്ന് ഇന്നത്തെ പ്രൗഢിയിലേക്കൊക്കെ അറബികൾ എത്തുന്നതിന് മുന്നേ അന്ന് കാലത്ത് അവരുപയോഗിച്ചിരുന്ന അവരുടെ ആയുധങ്ങൾ, തോക്കുകൾ, അങ്ങനെ തുടങ്ങി ഒരുപാട് പുരാവസ്തുക്കളും ആ പള്ളിയോട് ചേർന്ന് ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. ഇൻഷാ അല്ലാഹ്. 1777 മുതൽ 1803 വരെ റാസൽ ഗെയിം അടക്കമുള്ള പ്രദേശങ്ങൾ ഭരിച്ചിരുന്ന ആ രാജാവ് ഷെയ്ഖ് സാഗർ ബിൻ റാഷിദ് അൽ കാസിമി എന്ന് പറയുന്ന രാജാവാണ് ശരിക്കും ഈ പള്ളി നിർമ്മിക്കുന്നത്. വ്യത്യസ്തമായ കൊത്തുപണികളോടുകൂടി 31 ജനവാതിലുകളും 3 വലിയ വാതിലുകളുമുള്ള വളരെ മനോഹരമായി നിർമ്മിച്ച പ്രാചീന കാലത്തെ അന്നത്തെ ആർക്കിടെക്ചറൽ വൈഭവം വിളിച്ചു പറയുന്ന ഒരു വല്ലാത്ത മനോഹരമായ ഒരു പള്ളി തന്നെയാണിത്. പള്ളിയുടെ വലതുഭാഗത്തായി ഈ കാണുന്ന കുറച്ച് സ്റ്റെപ്പുകളോട് കൂടിയ ഈ ഉയർന്നു നിൽക്കുന്ന ഭാഗത്താണ് അന്ന് ബാങ്ക് വിളിച്ചിരുന്നത്. 60 തട്ടുകളായി അടുക്കി വെച്ച ഈത്തപ്പനകളും മരങ്ങൾ കൊണ്ടുമാണ് ഇതിൻ്റെ മേൽക്കൂര നിർമ്മിച്ചതെന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. വളരെ മനോഹരവും അതിലേറെ നമുക്ക് കുളിരു തരുന്നതുമാണ് ഈ മേൽക്കൂരകൾ. ഏത് ചൂടുകാലത്തും ചൂടിനെ പ്രതിരോധിക്കാൻ ഇവയ്ക്ക് കഴിയുമെന്ന് പഴമക്കാർ പറയുന്നു. ഇനി അകത്തേക്ക് കയറിയാൽ മനോഹരമായ 70 മുകളിൽ തൂണുകളുണ്ട് ഈ മേൽക്കൂരകളെ താങ്ങി നിർത്താൻ. ശരിക്കും ഇത്രയും തൂണുകളുള്ള ഒരു പള്ളി ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായാണ് കാണുന്നത്. അന്നത്തെ ആ നിർമ്മിതികളെ ഇവർ പുതിയ കാലത്തെ കവചങ്ങൾ തീർത്ത് സംരക്ഷിച്ചു പോരുന്നു എന്നതാണ് സത്യം. ചുമരുകളിൽ കാണുന്ന ആ മഞ്ഞ വെളിച്ചങ്ങൾ ശരിക്കും ഈ പള്ളിയുടെ മനോഹരതയെ ഒന്നുകൂടി വർദ്ധിപ്പിച്ചു എന്ന് വേണം പറയാൻ. പള്ളിക്കുള്ളിലെ ഒട്ടുമിക്ക തൂണുകളിലും ഒരു ചെറിയ ദ്വാരമുണ്ടാക്കിയതായി കാണുന്നുണ്ട്. പിന്നെയാണ് മനസ്സിലായത് അത് മുസാഫുകൾ സൂക്ഷിക്കാൻ, ഖുർആൻ സൂക്ഷിക്കാനുള്ള ഒരു ഹോളാണ് അതെന്ന്. എന്തായാലും അതും ഒരു വ്യത്യസ്തമായിട്ടാണ് നമുക്ക് തോന്നിയത്. നേരിയ മഞ്ഞ വെളിച്ചത്തിൽ പ്രകാശിക്കുന്ന ആ ചെറിയ വിളക്കുകൾക്കിടയിലൂടെ ആ മെമ്പറിനെ നോക്കിക്കാണുമ്പോൾ എന്തോ വല്ലാത്തൊരു നോൾസ്റ്റാൾജിക് ഫീലിലേക്ക് നമ്മളൊക്കെ പോയി പോന്നു. പ്രാചീനത എന്നും നമുക്ക് പല ഓർമ്മകളാണ് സമ്മാനിച്ചത്. മസ്ജിദിനോട് അഭിമുഖമായി മനോഹരമായ ആ സമുദ്രതീരം കൂടിയായപ്പോൾ വല്ലാത്തൊരു മനോഹരിത അല്ലെങ്കിൽ മനോഹരമായിരിക്കുന്നു ഈ മസ്ജിദെന്ന് പറയാതിരിക്കാൻ വയ്യ. പള്ളിയോടുകൂടെ തന്നെ അടുത്തായി നിർമ്മിക്കപ്പെട്ട ഒരു പുരാവസ്തു മ്യൂസിയം കൂടിയുണ്ട്. സന്ദർശകർക്ക് ചരിത്രങ്ങൾ കുറച്ചുകൂടി അധികം പഠിക്കാനും
കുറച്ചുകൂടി അതിനെക്കുറിച്ച് അറിവുകൾ നേടാനും സാധിക്കുന്ന തരത്തിൽ. അകത്തേക്ക് പ്രവേശിക്കുന്നതോടുകൂടി ഈ ചിത്രമാണ് നമ്മെ വരവേൽക്കുന്നത്. പ്രാചീന കാലത്തെ അവരുടെ ജീവിതമാർഗം അവർ ആ ചിത്രത്തിൽ വരച്ചു കാട്ടുന്നുണ്ട്. അന്ന് വ്യാപാരത്തിന് ഉപയോഗിച്ചിരുന്ന നാണയത്തുട്ടുകൾ ഒരു ചില്ല് മേടയിലാക്കി സൂക്ഷിച്ചിരിക്കുന്നു. അതിൽ അന്ന് ഇന്ത്യയിൽ നിന്നുള്ള നാണയങ്ങൾ വരെ ഉണ്ടെന്ന് തോന്നിപ്പോകുന്നു. കൂടുതലും സ്വർണത്തിൻ്റെ കളറും പലവിധ ശിലാ ആയുധങ്ങളുടെ തരത്തിലുള്ള ശിലാ രീതിയിലുള്ള ആകൃതികളുമായാണ് കൂടുതലും കോയിൻസുകൾ കാണപ്പെട്ടത്. കടലിൽ മുങ്ങി മുത്തുകൾ വാരിയെടുത്ത് വിപണനം നടത്തിയിരുന്ന അന്നത്തെ പ്രാചീന അറബികൾ അതെങ്ങനെയാണ് അവർ വ്യാപാരം നടത്തിയിരുന്നത് എന്നതൊക്കെ നമുക്കിവിടെ വരച്ചു കാട്ടിത്തരുന്നു. ആ കാലങ്ങളിൽ കടലിലേക്ക് ഒഴുന്നിറങ്ങാൻ അവർ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളും മറ്റ് ഉപകരണങ്ങളുമൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അന്ന് പ്രാചീന കാലത്ത് സുൽത്താനുമാർ വരെ ഉപയോഗിച്ചിരുന്ന എയർ ഗണ്ണുകൾ, പിസ്റ്റളുകൾ, അങ്ങനെ പലതരത്തിലുള്ള ആയുധങ്ങളും ശേഖരങ്ങളും നമുക്കിവിടെ കാണാൻ കഴിയും. ഇന്നും ഒമാനികളും യമനികളും അരിൽ സൂക്ഷിക്കുന്ന ഉറയുള്ള കത്തികൾ, പാത്രങ്ങൾ, ശില്പങ്ങൾ, അങ്ങനെ തുടങ്ങി അന്നത്തെ സുൽത്താനുമാർ ഇവർക്ക് സമ്മാനിച്ച അല്ലെങ്കിൽ സുൽത്താനുമാർ സമ്മാനം നൽകിയിരുന്ന പ്രത്യേക തരത്തിലുള്ള മൺപാത്രങ്ങൾ, ഈത്തപ്പഴം സൂക്ഷിച്ചിരുന്ന ഇടങ്ങൾ, പടയാളികൾ ഉപയോഗിച്ചിരുന്ന മുഖാവരണങ്ങൾ, അതും ഇരുമ്പിനാലുള്ള ചട്ടകൾ കൊണ്ടുള്ളത്, ഉറകളിൽ കൊത്തുപണികളോടുകൂടി മുത്തുകൾ പതിച്ച, രത്നങ്ങൾ പതിച്ച സുൽത്താനുമാർ ഉപയോഗിച്ചിരുന്ന വലിയ വാളുകളുടെ ശേഖരം തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും. ഇത്രയും വലിയ ഒരു എയർ ഗണ്ണ് ശരിക്കും എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായി കാണുകയാണ്. ഏകദേശം 10 അടിയോളം വലുപ്പമുണ്ട് ഈ എയർ ഗണ്ണുകൾക്ക്. ഇതൊക്കെ നാടൻ നിർമ്മിതിയും ഇറക്കുമതിയുമാണെന്ന് ഇവിടെ താഴെ എഴുതി വച്ചിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് നല്ല കാഴ്ചകളോടെയാണ് ആ യാത്ര അവസാനിച്ചത്. മറ്റൊരു നല്ല കാഴ്ച കാണുന്നതുവരെ ബൈ, സൈനിങ് ഔട്ട്, സിറാജ്. അതുപോലെ തന്നെ ഏകദേശം 10 അടിയോളം നീളമുള്ള ഇത്രയും വലിയ എയർ ഗണ്ണൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ എല്ലാ നിലക്കും നിങ്ങൾക്ക് നല്ലൊരു കാഴ്ച, ഒരു വിരുന്ന് തന്നെ ആയിരിക്കും ശരിക്കും ഈ മ്യൂസിയം എന്ന് പറയുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് ഒരു യാത്ര നടത്തുകയാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ യാത്രയിൽ ഈ ഒരു സ്ഥലം നിങ്ങൾ ഉൾപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയുന്നത്. എന്തായാലും നല്ല കാഴ്ചകളായിരുന്നു എന്ന് വിചാരിക്കുന്നു. വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.